ഹലോ ആൻഡ് നമസ്തേ. ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ വന്നിട്ട് നായർ സമുദായത്തെ വളരെ ഭയാനകമായിട്ട്, വളരെ ഭീകരമായിട്ട് അധിക്ഷേപിച്ച് ആക്രമിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ഐക്യസിദ്ധാന്തക്കാരുടെ സഖ്യകക്ഷികളായിട്ടുള്ള കുറേ ആൾക്കാരാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു പ്രോസസ്സിൽ ഏർപ്പെടുന്നത്. എന്താണ് അവർക്ക് മാത്രം ഇത്ര ഒരു പ്രകോപനം ഉണ്ടാകുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിലെ പ്രസംഗമാണ്. വേറൊരെണ്ണം ഇന്നലെ ഈ നമ്മുടെ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ മീഡിയയിൽ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിധ്വംസക പ്രവർത്തനങ്ങളിലും രാഷ്ട്രത്തിനെതിരെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുവെന്ന് സംശയിക്കപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പുണ്ട്. സ്പെഷ്യലി ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ അവർ ഈ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ഗ്രൂപ്പാണെന്ന് സംശയിക്കപ്പെടുന്നെന്ന് പറയുന്നതിന് കാരണം അതിൽ വരുന്ന പോസ്റ്റുകളുടെ ആ നേച്ചർ വെച്ചിട്ടാണ്. അപ്പം അതിലും ഇന്നലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഐക്യസിദ്ധാന്തക്കാരുടെ സഖ്യകക്ഷി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് കുറേ നായർ അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇവരെല്ലാം പിടിക്കുന്നത് ആ നായർ നമ്പൂതിരി ബന്ധത്തിനെ കുറിച്ചാണ്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്തറിയാം? ഇവർ ഈ പുസ്തകങ്ങളിൽ കൂടെ വ്യാജമായിട്ട് ഇതിനെക്കുറിച്ച് മോശമായിട്ട് എഴുതിയിട്ടുള്ളത് കണിപ്പയ്യൂർ ശങ്കരൻ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇവരുടെ തന്നെ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ വരച്ചിട്ടുള്ള ഒരു ചിത്രം, വളരെ മോശമായിട്ടുള്ള രീതിയിൽ വരച്ചിട്ടുള്ള ആ ഒരു ചിത്രം വച്ചിട്ടാണ് ഇവരിതെല്ലാം പറയുന്നത്. ഇവർ എത്ര നായർ വീടുകൾ ഇവർക്ക് അറിയാൻ പറ്റും, അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർ പറയുന്നത്. ഈ വിവാഹത്തിനോട് തുല്യതയുള്ള ചടങ്ങുകൾ, അതായത് പുടവ കൊടുക്കൽ മുഖേന നടത്തിയിരുന്ന ആ സംബന്ധം എന്ന് പറയുന്ന ആ ഒരു ആചാരത്തിന് അത് വച്ചിട്ടാണ് പറയുന്നത് നമ്പൂതിരിമാർ വന്നു പോകുന്നു. അങ്ങനെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഈ ടി മുരളി എന്ന് പറയുന്ന ആൾ വരച്ച ചിത്രമല്ലാതെ മറ്റെവിടെയാണ് ഈ രീതിയിൽ അത് സംസാരിക്കപ്പെട്ടിട്ടുള്ളത്? അതെല്ലാം തെറ്റാണ്. അപ്പം അത് വച്ചിട്ട് ഇവരിങ്ങനെ വന്നിട്ട് ആധികാരികമായിട്ട് ഇവരിങ്ങനെ പറയുന്നത് പോലെ ഇങ്ങനെയൊന്ന് പറയുകയാണ്. അതിനെന്തോ ആധികാരികത ഉള്ളതുപോലെ അവർ സംസാരിക്കുകയാണ്. അതിന് യാതൊരു രീതിയിലുള്ള ആധികാരികതയും ഇല്ല. അപ്പം ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിലൂടെ നായർ വംശഹത്യ നടപ്പിലാക്കി നമ്മുടെ ഭൂമിയും നമ്മുടെ ക്ഷേത്രങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ളത് ആയിരിക്കണം. ആ രീതിയിൽ നമുക്ക് സംശയിക്കാൻ വഴിയുള്ളൂ. ഇവർക്കെതിരെ ആരും ഒരു പ്രതിഷേധ വാക്ക് പോലും ഉരിയാടുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇവർക്കെതിരെ ഒരു പ്രതിഷേധ വാക്ക് പോലും, എ മാർക്ക് ഓഫ് പ്രൊട്ടസ്റ്റ് ആരും ചെയ്യുന്നില്ല. കേരളത്തിലെ ഹിന്ദുക്കളിലെ ഏറ്റവും വലിയ സമുദായമാണ് നായന്മാർ. 17%. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 17%. ഹിന്ദുക്കളുടെ സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റിയുമാണ്. ഈഴവ തീയ സമുദായങ്ങൾ പ്രത്യേകം എടുത്തു കഴിഞ്ഞാൽ അത് 23% എന്നുള്ളത്, അത് സെപ്പറേറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് വരുന്നില്ല. അപ്പം ഇവരുടെ ഒരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്രമിച്ച് ഒറ്റപ്പെടുത്തി നമ്മളിവിടെ നിന്ന് ഓടിക്കുകയോ നമ്മുടെ വംശഹത്യ ചെയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം. സത്യം നമുക്ക് വിളിച്ച് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഞങ്ങളിവിടുന്ന് ഓടിക്കാമെന്നോ വംശഹത്യ ചെയ്യാമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട. ഞങ്ങൾ നായന്മാരെന്ന് പറയുന്ന ഹിന്ദുമതത്തിൽ മാത്രമല്ല ഉള്ളത്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ 10% നായന്മാരെന്നാണ് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഇന്റർനാഷണൽ ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ അതിൽ പറയുന്നത്. അവർ മാത്രമല്ല, വേറെ ഒത്തിരി റെഫറൻസസ് ഉണ്ട്. അതായത് ഉത്തര മലബാറിലെ മുസ്ലിങ്ങളിൽ 90% നായന്മാരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അറക്കൽ രാജകുടുംബം, കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിട്ടുള്ള അറക്കൽ രാജകുടുംബം നായർ രാജവംശമാണ്. കേരളത്തിലെ സവർണ ക്രിസ്ത്യാനികളിൽ 8% നായർ കൺവേർട്ടഡ് ആണ്. പഴയ നൂറ്റാണ്ടുകളിൽ അതിനൊത്തിരി രേഖകളും റെഫറൻസുകളും ഉണ്ട്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ഒത്തിരി സവർണ ക്രിസ്ത്യൻ ബിഷപ്പുമാർ
അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP-ക്ക് അയച്ച കത്തുകളുണ്ട്, മെമ്മോറണ്ടങ്ങളുണ്ട്. അതായത് ഞങ്ങളെ നായർ സമുദായത്തിൻ്റെ ഒരു ഉപജാതിയായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് അയച്ച് കത്തുകൾ ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഞങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാമെന്ന് വിചാരിക്കേണ്ട, അത് നടക്കില്ല. ഞങ്ങൾ ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും നായന്മാരുണ്ട്. ഇത് പല നായന്മാരും ഇത് തുറന്നു പറയില്ല, ഞങ്ങൾ പറയും. കാരണം നിങ്ങളുടെ അജണ്ട നമുക്കറിയാം, അതുകൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത്. പിന്നെ വേറെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, നമ്മുടെ സ്ത്രീകളാരും വീട്ടിൽ ചാരായം വിറ്റിട്ടില്ല. നമ്മുടെ സ്ത്രീകളാരും വീട്ടിൽ ചാരായം വിറ്റിട്ടില്ല. അതുകൊണ്ട് ആരും നമ്മുടെ വീട്ടിൽ ചാരായം കുടിക്കാനുള്ള വിരുന്നുകാരായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളാരും വിരുന്നുകാരുടെ മക്കളല്ല, വിരുന്നുകാരിലുണ്ടായവരല്ല നമ്മളാരും. അപ്പം വിരുന്നുകാരുടെ മക്കളായിട്ട് ആരും നമ്മളിൽ ആരുമില്ല. അതൊരു പോയിന്റ് മനസ്സിലാക്കണം. പിന്നെ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നമ്മളാരും തുറമുഖങ്ങളിൽ ഈ പട്ടണം വരി എന്ന് പറയുന്ന ഒരു ടാക്സ് അടച്ചിട്ടില്ല. അതായത് തുറമുഖങ്ങളിൽ ലൈംഗിക തൊഴിൽ ചെയ്ത് മദ്യവിതരണവും അതിനോടൊപ്പം ലൈംഗിക തൊഴിലും ചെയ്തിട്ട് പണം സമ്പാദിച്ചിരുന്നവർ പണ്ട് കൊടുത്തിരുന്ന ഒരു ടാക്സാണ് ഈ പട്ടണം വരി എന്ന് പറയുന്നത്. പട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറമുഖം എന്നർത്ഥം. അതായത് പോർട്ടുഗീസ് ഭാഷയിലെ പോർട്ടോൺ എന്നുള്ളതിൽ നിന്നാണ് ഈ പട്ടണം എന്നുള്ള വാക്കുന്നത്. അപ്പം നമ്മളാരും അങ്ങനെ ആ ഒരു സെക്സ് ടാക്സ് കൊടുത്തവരല്ല. ഓർമ്മിക്കുക, ഞങ്ങളാരും വിരുന്നുകാരുടെ മക്കളല്ല, വീട്ടിൽ വന്ന വിരുന്നുകാരിലുണ്ടായവരല്ല നമ്മളാരും പട്ടണം ഭരിക്കാറല്ല, പട്ടണം ടാക്സ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളാരും തുറമുഖ പുത്രന്മാരും അല്ല. പിന്നെ നമ്മുടെ സ്ത്രീകൾ ഈ തുറമുഖങ്ങളിൽ പോയി ഈ ടാക്സ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ പ്രസവിച്ച കുഞ്ഞുങ്ങളാരും ആംഗ്ലോ ഹിന്ദുസും അല്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വച്ചിരുന്നാൽ നന്നായിരിക്കും എന്ന് പറയാൻ മാത്രമാണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. So thank you for listening and see you in another video. Till then, goodbye.